തൃശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടു. ഭൂചലനത്തിന്റെ തീവ്രത റിക്ടർ സ്കെയിലിൽ 3 രേഖപ്പെടുത്തി. കൂനമുച്ചിയിൽ വീടിന്റെ തറയിലും ഭിത്തിയിലും വിള്ളൽ രൂപപ്പെട്ടു. എയ്യാലിൽ വീട്ടുകിണറ്റിൽ തിരയിളക്കം അനുഭവപ്പെട്ടു. തൃശൂർ ലൂർദ് കത്തീഡ്രലിലെ മാതാവിന് സ്വർണ്ണക്കൊന്ത സമർപ്പിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കെ കരുണാകരൻ സ്മൃതി മണ്ഡപത്തിൽ സുരേഷ് ഗോപി പുഷ്പാർച്ചന നടത്തി. കെ മുരളീധരന്റെ പരിഹാസം തന്നെ വേദനിപ്പിച്ചുവെന്ന് സുരേഷ് ഗോപി. കലാഭവൻ മണിയുടെ സഹോദരനും നർത്തകനുമായ RLB രാമകൃഷ്ണനെ അപമാനിച്ച കേസിൽ കലാമണ്ഡലം സത്യഭാമയ്ക്ക് ജാമ്യം. കർശന ഉപാധികളോടെയാണ് നെടുമങ്ങാട് SC/ST കോടതി ജാമ്യം അനുവദിച്ചത്. പെരിഞ്ഞനത്ത് ടോറസ് ലോറി ബൈക്കിലിടിച്ച് 48-കാരന് ദാരുണാന്ത്യം. ഓണപ്പറമ്പ് സ്വദേശി പ്രിയനാണ് മരിച്ചത്. ഖത്തറിൽ വാഹനാപകടത്തിൽ 2 തൃശൂർ സ്വദേശികൾ മരിച്ചു. നാട്ടിക ഫർക്ക സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണം 5 വർഷമായിട്ടും തുടങ്ങാനായില്ല. പുതുക്കിയ നിരക്കിൽ തുക ലഭിക്കണമെന്നാവശ്യപ്പെട്ട് കരാറുകാരൻ കോടതിയെ സമീപിച്ചതാണ് പണികൾ തടസ്സപ്പെടാൻ കാരണം. പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികൾക്കൊപ്പം സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിക്കാൻ നീക്കം. ജൂലൈ 1 മുതൽ ടോൾ പിരിക്കുമെന്ന് കമ്പനി അധികൃതർ. പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി നാട്ടുകാർ. വാർത്തകൾ വിശദമായി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും പാലക്കാട് തിരുമിറ്റക്കോടും ഭൂചലനം അനുഭവപ്പെട്ടു. ശനിയാഴ്ച രാവിലെ 8:15ഓടെയാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. സെക്കൻഡുകളോളം ഭൂചലനം നീണ്ടുനിന്ന കുന്നംകുളം, എരുമപ്പെട്ടി, ഗുരുവായൂർ, കൈപ്രമ്പ്, വേലൂർ മേഖലകളിൽ അനുഭവപ്പെട്ടു. റിക്ടർ സ്കെയിലിൽ 3.1 തീവ്രത രേഖപ്പെടുത്തിയ നേരിയ ഭൂചലനമാണ് ഉണ്ടായതെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. ഭൂചലനത്തിൽ കാര്യമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പാലക്കാട് തിരുമിറ്റക്കോട് മേഖലയിലാണ് ഭൂചലനമുണ്ടായത്. ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം എവിടെയാണെന്ന വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. എരുമപ്പെട്ടി, അത്താണി മേഖലകളിലും ഭൂചലനം അനുഭവപ്പെട്ടു. എരുമപ്പെട്ടി, കടങ്ങോട്, വേലൂർ, വരവൂർ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിലാണ് ചലനമുണ്ടായത്. വലിയ മുഴക്കത്തോടു കൂടിയ പ്രകമ്പനം അനുഭവപ്പെട്ടു. വീടുകളിലെ ജനൽച്ചില്ലുകളും ഗൃഹോപകരണങ്ങളും കുലുങ്ങി, പാത്രങ്ങൾ മറിഞ്ഞു വീണു. പല വീടുകളിൽ നിന്നും ആളുകൾ പരിഭ്രാന്തരായി പുറത്തേക്കോടി. എരുമപ്പെട്ടി, കുണ്ടന്നൂർ, കരിയന്നൂർ, പാഴിയോട്ടുമുറി, ആദൂർ, വെള്ളറക്കാട്, വെള്ളത്തേരി, നെല്ലിക്കുന്ന, ചിറമനേങ്ങാട്, മരത്തംകോട്, തയ്യൂർ, പഴവൂർ പ്രദേശത്താണ് കൂടുതൽ ചലനമുണ്ടായത്. 3 മുതൽ 4 സെക്കൻഡോളം പ്രകമ്പനമുണ്ടായതായി പറയുന്നു. ഭൂചലനത്തെ തുടർന്ന് കൂനമൂച്ചിയിൽ വീടിന്റെ ഭിത്തിക്കും തറയ്ക്കും വിള്ളൽ സംഭവിച്ചു. അന്തിക്കാട്ട് ടോമിയുടെ വീടിന്റെ ഭിത്തിക്കും തറയ്ക്കും വിള്ളൽ രൂപപ്പെട്ടു. ശബ്ദം കേട്ട് വീട്ടുകാർ വീടിന് പുറത്തേക്ക് ഓടി മാറുകയായിരുന്നു. അത്താണി മേഖലയിൽ ഇടിമുഴക്കം പോലെയുള്ള ശബ്ദത്തോടെയാണ് ഭൂചലനം ഉണ്ടായത്. മുണ്ടത്തിക്കോട്, അത്താണി മെഡിക്കൽ കോളേജ് പരിസരം, കുമ്പളങ്ങാട് എന്നീ പ്രദേശങ്ങളിലാണ് 2 സെക്കൻഡ് നീണ്ട നേരിയ ചലനം അനുഭവപ്പെട്ടത്. വളരെ തീവ്രമായൊരു ഭൂമികുലുക്കമാണ് അനുഭവപ്പെട്ടത്. പല വീടുകളിൽ നിന്ന് ടീപ്പോയുടെ മേലിൽ നിന്ന് പാത്രം വീഴുകയും അതുപോലെ തന്നെ കുട്ടികൾ ഭീതി പരത്തിക്കൊണ്ട് തന്നെ വീടിൻ്റെ പുറത്തിറങ്ങുകയും ജനങ്ങളാകെ ഭീതിയോടെയാണെന്ന് കണ്ടത്. ആളുകളെല്ലാവരും വളരെയധികം പേടിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയുടെ അടിയിൽ ഒരു പൊട്ടലോട് കൂടിയിട്ടുള്ളൊരു കുലുക്കാണ് ഉണ്ടായിട്ടുള്ളത്. അത് ആ സമയത്ത് നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ, കടങ്ങോട് മേഖലയിലൊക്കെ ആ പൊട്ടനോട് കൂടിയിട്ട് കുറെ മയിലുകൾ കരയുക, വലിയ ഒച്ചയിൽ മയിലുകൾ കരഞ്ഞു. ഏകദേശം ഒരു 3 സെക്കൻഡ് നേരത്തോടു കൂടി കുലുക്കുണ്ടായിട്ടുണ്ട്. കടങ്ങോട് എയ്യാലിൽ വീട്ടുകിണറ്റിൽ തിരയിളക്കം അനുഭവപ്പെട്ടു. എയ്യാൽ ക്ഷേത്രത്തിന് സമീപം കിഴുവീട്ടിൽ വിനോദിന്റെ വീട്ടിലാണ് കിണറിൽ വെള്ളം തിളച്ചു പൊങ്ങുന്ന പ്രതിഭാസം അനുഭവപ്പെട്ടത്. ഭൂചലനത്തിനോടൊപ്പമാണ് ഇത് സംഭവിച്ചത്. കുന്നംകുളം തഹസിൽദാർ, ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കടങ്ങോട് പഞ്ചായത്തിലെ 14-ാം വാർഡ് ചിറ്റിലങ്ങാട് ഭാഗത്ത് ഒരു കിഴുവീട്ടിൽ, വിനോദിന്റെ വീട്ടിൽ കിണറ്റിലൊരു തിരയിളക്കം അനുഭവപ്പെടുകയും അദ്ദേഹം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തഹസിൽദാരെ അറിയിക്കും. തഹസിൽദാരും ജിയോളജി വകുപ്പും ഒപ്പം തന്നെ പഞ്ചായത്തിൽ നിന്ന് വൈസ് പ്രസിഡന്റും മെമ്പർമാരും വില്ലേജ് ഓഫീസറൊക്കെ ആ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. പരിഭ്രാന്തരാവേണ്ട ആവശ്യമില്ലാന്ന് തന്നെയാണ് നമുക്ക് ജിയോളജി വകുപ്പിൽ നിന്നും അറിയിപ്പ് കിട്ടിയത്. കുന്നംകുളം ആർത്താറ്റ് ചീരംകുളത്ത് ഭൂചലനത്തിൽ വീടിന് നാശനഷ്ടം. ചീരംകുളം സ്വദേശി തോട്ടുപുറത്ത് വീട്ടിൽ പ്രകാശന്റെ വീടിനാണ് കേടുപാടുകൾ സംഭവിച്ചത്. വീടിന്റെ മുൻവശത്തെ റൂമിന്റെ സൺഷൈഡും വീടിന്റെ ഉൾഭാഗവും തകർന്നു. ജില്ലാ ജിയോളജിസ്റ്റ് ഡോക്ടർ AK മനോജ്, കുന്നംകുളം തഹസിൽദാർ OB ഹേമ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ നന്ദി അറിയിച്ച തൃശൂർ ലൂർദ് കത്തീഡ്രലിലെ മാതാവിന് സ്വർണ്ണക്കൊന്തയും പൂമാലയും സമർപ്പിച്ച സുരേഷ് ഗോപി. നന്ദിയാൽ പാടുന്നു ദൈവമേ,
അൻപാർന്ന ത്യാഗമോർക്കുന്നു, നന്ദിയാൽ പാടുന്നു ദൈവമേ. അൻപാർന്ന ത്യാഗമോർക്കുന്നു. രണ്ടാം തവണയാണ് തൃശൂർ ലൂർദ് കത്തീഡ്രൽ സുരേഷ് ഗോപി സന്ദർശിച്ചത്. നേരത്തെ മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് സുരേഷ് ഗോപി ലൂർദ് പള്ളി സന്ദർശിച്ച് മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിച്ചിരുന്നു. സന്ദർശനത്തിന് ശേഷം സ്വർണ്ണ കിരീടത്തിന്റെ തൂക്കം നോക്കണമെന്ന ആവശ്യം വിവാദമായിരുന്നു. കേന്ദ്ര സഹമന്ത്രിയെ ചുമതലയേറ്റ ശേഷം ലൂർദ് പള്ളിയിലെത്തിയ സുരേഷ് ഗോപിയെ കത്തീഡ്രൽ വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിന്റെ നേതൃത്വത്തിൽ ബൊക്ക നൽകി സ്വീകരിച്ചു. പള്ളിയിൽ പ്രവേശിച്ച സുരേഷ് ഗോപി മാതാവിന് മുന്നിൽ പ്രാർത്ഥിച്ച ശേഷം സ്വർണ്ണക്കൊന്തയും പൂമാലയും ചാർത്തി. തുടർന്ന് ഭൂഗർഭ പള്ളിയിലെ നിത്യാരാധന സക്രാരിക്ക് മുന്നിൽ കുമ്പിട്ട് പ്രാർത്ഥിച്ച ശേഷം മാതാവിന് നന്ദിയായി ഗാനാർച്ചന നടത്തി. നന്ദിയാൽ പാടുന്നു ദൈവമേ എന്ന ആരാധന ഗീതമാണ് സുരേഷ് ഗോപി ആലപിച്ചത്. നന്ദിയാൽ പാടുന്നു ദൈവമേ, നന്ദി എന്ന് പറയുന്നത് ഹൃദയത്തിലാണെന്നും അത് ഉൽപ്പന്നങ്ങളിൽ അല്ലെന്നുമാണ് സന്ദർശനത്തിന് ശേഷം സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഭക്തിപരമായ നിർവഹണത്തിന്റെ മുദ്രയാണ് സ്വർണ്ണക്കൊന്തയെന്നും സുരേഷ് ഗോപി പറഞ്ഞു. BJP നേതാക്കളും സുരേഷ് ഗോപിക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് TCV. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പുഷ്പാർച്ചന നടത്തി. പത്മജ വേണുഗോപാലിനൊപ്പമാണ് സുരേഷ് ഗോപി മുരളി മന്ദിരത്തിലെത്തിയത്. BJP നേതാക്കളും സുരേഷ് ഗോപിക്കൊപ്പം ഉണ്ടായിരുന്നു. മുരളി മന്ദിരം സന്ദർശിച്ചതിൽ രാഷ്ട്രീയമില്ലെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ഗുരുത്വം നിർവഹിക്കാനാണ് താൻ എത്തിയത്. കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവാണ് കരുണാകരൻ. ശാരദ ടീച്ചറിന് മുന്നേ തനിക്ക് കിട്ടിയ അമ്മയാണ് കല്യാണിക്കുട്ടിയമ്മയെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇന്ദിരാഗാന്ധിയെ ദീപസ്തംഭം എന്ന് വിശേഷിപ്പിച്ച സുരേഷ് ഗോപി ഇന്ദിരാഗാന്ധി ഭാരതത്തിന്റെ മാതാവാണെന്നും പറഞ്ഞു. കേരളയിൽ വേണ്ടെന്നും അത് ജനദ്രോഹമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വികസനത്തിൽ പ്രാദേശികവാദം അനുവദിക്കില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. തനിക്കെതിരായ ആരോപണങ്ങൾക്കും പരിഹാസത്തിനും മറുപടിയുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കെ മുരളീധരന്റെ പരിഹാസം വേദനിപ്പിച്ചു. പ്രചരണത്തിൽ സ്വയം മാന്യത കൽപ്പിക്കണമെന്നും സുരേഷ് ഗോപി. BJP തൃശൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൽകിയ സ്വീകരണത്തിലായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് പ്രചരണകാലത്തെ ആരോപണങ്ങൾക്കും പരിഹാസങ്ങൾക്കും മറുപടി നൽകിയ അദ്ദേഹം കെ മുരളീധരന്റെ പേര് പറയാതെയാണ് മറുപടി പറഞ്ഞത്. തന്റെ അധ്വാനത്തെ വിലകൽപ്പിക്കാത്ത പരിഹാസം വേദനിപ്പിച്ചു. എല്ലാം പുച്ഛിച്ച് തള്ളുന്നു എന്ന് പറഞ്ഞ അദ്ദേഹം പ്രചരണങ്ങളിൽ മാന്യത പാലിക്കണമെന്ന് അഭിപ്രായപ്പെട്ടു. ഒരു സഹസ്ഥാനാർത്ഥി, ഞാൻ ചേട്ടൻ വിളിക്കുന്നതാണ്, അദ്ദേഹം എൻ്റെ സഹോദരനെ വിളിച്ച് ചോദിച്ചു, അപ്പോൾ ഈ ഇലക്ഷൻ പ്രചരണ സമയത്ത് വലിഞ്ഞ് നടന്നത് മുതുകത്ത് ടേപ്പൊട്ടിച്ചത് വെറുതെ ആയിരുന്നതല്ലേ? അതെന്നെ വല്ലാണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ അധ്വാനത്തിന് വിലയില്ലാതെ. പക്ഷെ അവിടെയും ഞാൻ വിജയിക്കുന്നത് എൻ്റെ അധ്വാനത്തിന് വിലയില്ല എന്ന് കൽപ്പിക്കാൻ അദ്ദേഹത്തിന് എന്ത് വിലയാണല്ലോ? ഇല്ല, ഞാൻ പറയുന്നത് എത്രത്തോളം അവഹേളനമാണ് സഹിക്കേണ്ടത്. ഇന്ത്യൻ ജനാധിപത്യം നശിക്കുന്നു, തുരങ്കം വയ്ക്കപ്പെടുന്നു എന്ന് നിലവിളിക്കുന്ന ഒരു പാർട്ടിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ പോസ്റ്ററിൽ പിന്നീട് ഉണ്ടായിരുന്ന ഒരു ഡബിൾ ടോണിലാണ്. അതിൽ തന്നെ ഉണ്ട് ആ ഡബിൾ പ്ലേ. ഇന്ത്യൻ ഡെമോക്രസി ആൻഡ് ഡേഞ്ചർ. ധൈര്യം ഉണ്ടായിരുന്നു വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതാൻ. ഈ ഒരു പ്രവണത ഇലക്ഷൻ പ്രചരണത്തിനിടയിൽ നീതിയാണ്, ന്യായമാണ്. ഉരച്ചു നോക്കാൻ നടന്നവരൊക്കെ ഇപ്പോൾ എവിടെയാണ്? അവർ ഉദ്ദേശിക്കുന്ന പൊരുൾ ഉരച്ചാലൊന്നും സത്യം കിട്ടില്ല. ഉരയ്ക്കണമെങ്കിൽ എൻ്റെ ഹൃദയം എടുത്ത് കൊടുക്കാൻ ഉരച്ച് നോക്കട്ടെ. അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട മുഹൂർത്തമേ അല്ല ഇത്. പക്ഷെ എങ്കിലും ഇനി വരുന്ന പ്രവർത്തകർ ഏത് പാർട്ടിയായാലും ശരി തന്നെ ഒരു മാന്യത സ്വയം കൽപ്പിക്കണം. ചന്ദ്രയാന്റെ വിജയകരമായ വിക്ഷേപണം നൽകിയ അതേ അഭിമാനവും സന്തോഷവുമാണ് ഈ വിജയത്തിലൂടെ തൃശൂർ തനിക്ക് നൽകിയത്. കേരളത്തിന്റെ രാഷ്ട്രീയ ഭരണനിർവഹണത്തിന്റെ ഇരുട്ടുഭാഗത്തേക്കാണ് തൃശൂർ ജനത ഹൃദയം കൊണ്ട് തന്നെ പ്രതിഷ്ഠിച്ചത്. സിനിമാ താരത്തിന്റെ പേരിലല്ല ഈ വിജയമെന്നത് വരുന്ന 5 വർഷക്കാലത്തെ പ്രവർത്തനം കൊണ്ട് തെളിയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചന്ദ്രന്റെ ഇരുട്ട് വശത്ത് പ്രകാശം പരത്താനായി, ലോകത്തിന്റെ സാന്നിധ്യം അറിയിക്കാനായി ചന്ദ്രയാൻ സ്ഥാപിതമായ അതേ വികാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിന്റെ ഒരുപക്ഷെ രാഷ്ട്രീയ ഭരണ നിർവഹണത്തിന്റെ ഇരുട്ട് ഭാഗത്തേക്ക് നമ്മളെയും കൊണ്ടുവന്ന ഒരു അവസരം തന്ന് മലയാളി ഹൃദയം പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ആ പ്രതിഷ്ഠയ്ക്കുള്ള നന്ദി ഹൃദയം തന്നെ തരുന്ന
ഒരു പ്രവർത്തനം കാഴ്ചവെച്ചിരിക്കും എന്ന് അന്ന് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി ഇവിടെ പ്രചരണ യോഗങ്ങളിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സാക്ഷാത്കാരത്തിലേക്ക് തന്നെയാണ് ഞാൻ നിങ്ങളുടെ വലിയ ഉത്തരവാദിത്തമാണ് തന്നിൽ വന്നു ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് പഴയ പോലെ മണ്ഡലത്തിൽ തന്റെ ലഭ്യത ഉണ്ടാകില്ലെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. തൃശൂർ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് AS വിപിൻകുമാർ അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, പാലക്കാട് മേഖലാ അധ്യക്ഷൻ V ഉണ്ണികൃഷ്ണൻ, തൃശൂർ മേഖലാ ഉപാധ്യക്ഷൻ ബിജോയ് തോമസ്, ദിനേശ് കുമാർ, മനോജ് മഠത്തിൽ, കോർപ്പറേഷൻ കൗൺസിലർമാരായ പൂർണിമ സുരേഷ്, N പ്രസാദ്, ഡോക്ടർ V ആതിര, NV രാധിക തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ. RLV രാമകൃഷ്ണനെ അപമാനിച്ച കേസിൽ കലാമണ്ഡലം സത്യഭാമയ്ക്ക് നെടുമങ്ങാട് SC/ST കോടതി ജാമ്യം അനുവദിച്ചു. കർശന ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. പോലീസ് ആവശ്യപ്പെടുമ്പോഴെല്ലാം ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് നെടുമങ്ങാട് SC/ST കോടതിയിൽ സത്യഭാമ കീഴടങ്ങിയത്. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി സത്യഭാമയ്ക്ക് ജാമ്യം അനുവദിക്കുകയായിരുന്നു. യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ സത്യഭാമ തന്നെ ജാതീയമായി അധിക്ഷേപിച്ചുവെന്നാരോപിച്ച് RLV രാമകൃഷ്ണൻ ചാലക്കുടി DYSPയ്ക്ക് പരാതി നൽകിയിരുന്നു. തുടർ നടപടികൾക്കായി പരാതി തിരുവനന്തപുരം പോലീസിന് കൈമാറിയതിനെ തുടർന്നാണ് പോലീസ് കേസെടുത്തത്. പെരിഞ്ഞനത്ത് ടോറസ് ലോറി ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രക്കാരന് ദാരുണാന്ത്യം. ഓണപ്പറമ്പ് സ്വദേശി പള്ളിയാശ്ശേരി വീട്ടിൽ മാധവൻ മകൻ 48 വയസ്സുള്ള പ്രിയനാണ് മരിച്ചത്. ഭാര്യയെ പെരിഞ്ഞനം സെന്ററിൽ ഇറക്കിയ ശേഷം ബൈക്കിൽ എതിർദിശയിലേക്ക് കടക്കുന്നതിനിടെ 3 പീടിക ഭാഗത്ത് നിന്ന് വന്നിരുന്ന ടോറസ് ലോറി ഇടിക്കുകയായിരുന്നു. വിയൂർ പവർ ഹൌസിന് സമീപം കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ട് ഡിവൈഡറിലേക്ക് ഇടിച്ചുകയറി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ലോറിയുടെ 6 ചക്രങ്ങൾ ഊരിത്തെറിച്ചു. കൊച്ചിയിൽ നിന്ന് അത്താണി ഭാഗത്തേക്ക് പോയിരുന്ന കണ്ടെയ്നർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഖത്തറിൽ വാഹനാപകടത്തിൽ തൃശൂർ ജില്ലക്കാരായ 2 യുവാക്കൾ മരിച്ചു. ചാവക്കാട് സ്വദേശി മച്ചിങ്ങൽ 21 വയസ്സുള്ള മുഹമ്മദ് തൊയ്യബ് ഹംസ, വടക്കാഞ്ചേരി സ്വദേശി 22 വയസ്സുള്ള മുഹമ്മദ് ഹബീൽ എന്നിവരാണ് മരിച്ചത്. മുഹമ്മദ് തയ്യൂബ് ഹംസ ഖത്തർ പ്രതിരോധ മന്ത്രാലയത്തിലെ ജീവനക്കാരനാണ്. ദോഹ സയൻസ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ഹബീൽ. മാൾ ഓഫ് ഖത്തറിന് സമീപം ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം മറിഞ്ഞാണ് അപകടമുണ്ടായത്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു അപകടം. ഇരുവരും തൽക്ഷണം മരിച്ചു. വാഹനത്തിലുണ്ടായിരുന്ന മറ്റു 3 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല. തീരദേശ മേഖലയിലെ 10 പഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി ആരംഭിച്ച നാട്ടിക ഫർക്ക സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണം 5 വർഷമായിട്ടും തുടങ്ങാനായില്ല. 2019 കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 84 കോടി ചെലവഴിച്ച് 2 ഘട്ടങ്ങളായി നടപ്പിലാക്കാൻ സർക്കാർ അനുമതി ലഭിച്ച് ടെൻഡർ പൂർത്തിയാക്കി കരാറുകാരൻ പ്രവർത്തികൾ തുടങ്ങിയെങ്കിലും കോവിഡ് വ്യാപനം മൂലം നിർത്തി. കോവിഡിന് ശേഷം പണി പുനരാരംഭിക്കുന്നതിന് പുതുക്കിയ നിരക്കിൽ തുക ലഭിക്കണമെന്നാവശ്യപ്പെട്ട് കരാറുകാരൻ കോടതിയെ സമീപിക്കുകയും പണി നിർത്തിവെക്കുകയുമായിരുന്നു. പദ്ധതിക്കായി കാർലം വെള്ളാനി റേഷൻ കടയ്ക്ക് സമീപം പൈപ്പുകൾ ഇറക്കിയെങ്കിലും പണി തുടങ്ങാൻ കഴിയാതിരുന്നതിനാൽ റോഡരികിൽ കിടന്ന് അതെല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. പിന്നീട് ടെൻഡർ നടപടി പ്രവൃത്തികൾ പുനരാരംഭിക്കാൻ ശ്രമിച്ചുവെങ്കിലും കരാറുകാരൻ കോടതിയെ സമീപിക്കുകയായിരുന്നു. പൈപ്പ് ലൈൻ കടന്നുപോകുന്ന എടത്തിരുത്തി ചൂലു കുട്ടമംഗലം റോഡ് മെക്കാഡാം ടാറിംഗ് ചെയ്യാനുള്ള നടപടി വാട്ടർ അതോറിറ്റിക്ക് മറ്റൊരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതുവഴിയാണ് നിർദ്ദിഷ്ട കുടിവെള്ള പദ്ധതിക്കുള്ള കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ പഞ്ചായത്തിന് കീഴിലുള്ള ഈ റോഡ് ഇപ്പോൾ മെക്കാഡാം ടാറിംഗ് നടത്താൻ നിശ്ചയിച്ചിരിക്കുകയാണ്. പുതുക്കിയ കുടിവെള്ള പദ്ധതിക്ക് കിഫ്ബി അനുമതി നൽകാൻ വൈകിയാൽ പുതിയ റോഡ് പൊളിച്ച് പൈപ്പിടുന്നത് എതിർപ്പിന് കാരണമാകും. അതിനാൽ മെക്കാഡാം ടാറിംഗ് നടത്തുന്നതിന് മുൻപായി പൈപ്പിടൽ പൂർത്തിയാക്കുന്നതിനാവശ്യമായ അനുമതി നൽകാൻ സർക്കാരും ജനപ്രതിനിധികളും അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ് ഇരിങ്ങാലക്കുട. പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികൾക്കൊപ്പം സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ജൂലൈ 1 മുതൽ ടോൾ പിരിക്കുമെന്ന് കമ്പനി അധികൃതർ. 2022 മാർച്ചിൽ കളക്ടറുടെ അധ്യക്ഷതയിൽ മന്ത്രി, MP, MLA, ജനപ്രതിനിധികൾ എന്നിവരുമായി നടത്തിയ ചർച്ചയിൽ പ്രദേശവാസികളുടെ വാഹനങ്ങൾക്കും പ്രദേശത്തെ സ്കൂൾ വാഹനങ്ങൾക്കും ടോൾ നൽകേണ്ടതില്ലെന്ന് തീരുമാനിച്ചിരുന്നു. ഇതുപ്രകാരം വടക്കഞ്ചേരി, കിഴക്കഞ്ചേരി, കണ്ണമ്പ്ര, പുതുക്കോട്, വണ്ടാഴി, പാണഞ്ചേരി എന്നീ 6 പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുകയും ചെയ്തിരുന്നു. ഇടയ്ക്ക് ടോൾ പ്ലാസ അധികൃതർ പ്രദേശവാസികൾക്ക് ടോൾ നൽകണമെന്ന് അറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ശക്തമായ സമരം മൂലം ഇത് നടപ്പിലായില്ല. ജൂലൈ 1 മുതൽ ടോൾ പിരിക്കുമെന്നാണ് ടോൾ കമ്പനിയുടെ ഇപ്പോഴത്തെ നിലപാട്.
ചാവക്കാട് മണത്തല ഐനിപ്പുള്ളിയിൽ ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ 14 വയസ്സുകാരൻ മരിച്ചു. മല്ലാട് കുരഞ്ഞിയൂർ പാലപ്പെട്ടി വീട്ടിൽ കമാലിന്റെ മകൻ മുഹമ്മദ് നാസിമാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്നവരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച രാത്രി 8:30യോടെയായിരുന്നു അപകടം. കോയമ്പത്തൂരിൽ അടിപിടിയിൽ കുത്തേറ്റ് ഗുരുതരാവസ്ഥയിലായിരുന്ന ചാലക്കുടി സ്വദേശി മരിച്ചു. ചാലക്കുടി കൂടപ്പുഴ MG നഗറിൽ കോട്ടപ്പടിക്കൽ മൊയ്തീൻ ബാബുവിന്റെ മകൻ 47 വയസ്സുള്ള ലിബുവാണ് മരിച്ചത്. 2 പേർ കുത്തേറ്റ് കോവൈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ജൂൺ 13-നായിരുന്നു സംഭവം. കോയമ്പത്തൂരിൽ ജോലി ചെയ്യുന്ന ലിബു സുഹൃത്തിന്റെ വീട്ടിൽ പോയതായിരുന്നു. ഒടുവിൽ സംഘർഷം ഉണ്ടാവുകയും പരസ്പരം കത്തിക്കുത്ത് നടത്തുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ലിബു ശനിയാഴ്ച പുലർച്ചെയാണ് മരിച്ചത്. ചാലക്കുടിയിലെ 2 കൊലപാതക കേസുകളിൽ പ്രതിയാണ് മരിച്ച ലിബു. പഴുവിൽ വെസ്റ്റ് സ്വദേശിയായ വയോധികൻ പനി ബാധിച്ച് മരിച്ചു. ചാഴൂർ പഞ്ചായത്ത് 15-ാം വാർഡിൽ ഏങ്ങണ്ടി ശങ്കരൻ മകൻ 68 വയസ്സുള്ള ശിവരാമനാണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. വിട്ടുമാറാത്ത പനിയെ തുടർന്നാണ് ചികിത്സ തേടിയത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് പുതുക്കാട് മണ്ഡലത്തിൽ ആവേശകരമായ സ്വീകരണം നൽകി. BJP പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നന്ദിക്കരയിലാണ് സ്വീകരണം ഒരുക്കിയത്. വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ പ്രവർത്തകർ താമരപ്പൂമാല ചാർത്തി സ്വീകരിച്ചു. തുടർന്ന് നേതാക്കളും പ്രവർത്തകരും പൊന്നാടയണിയിച്ചു. മണ്ഡലം പ്രസിഡന്റ് അരുൺകുമാർ പന്തല്ലൂർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി A നാഗേഷ്, കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് VV രാജേഷ്, NR റോഷൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ദേവസ്വം ചെയർമാൻ VK ഗോപിയും കമ്മിറ്റി അംഗങ്ങളും മന്ത്രിയെ സ്വീകരിച്ചു. ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴം കൊണ്ട് തുലാഭാരം നടത്തി. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് കവിത ബിജു, ജില്ലാ സെക്രട്ടറി NR റോഷൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈജു കുറ്റിക്കാട്ട്, മണ്ഡലം പ്രസിഡന്റ് കൃപേഷ് ചെമ്മണ്ട എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. വെങ്ങിണിച്ചേരി പയ്യപ്പാട്ട് കുടുംബക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരുന്ന 8 ഭണ്ഡാരങ്ങളിൽ 5 എണ്ണം എടുത്തുകൊണ്ടുപോവുകയും 3 ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് പണം മോഷ്ടിക്കുകയും ചെയ്തു. ക്ഷേത്ര തിടപ്പള്ളിയിൽ ഉണ്ടായിരുന്ന 3 വലിയ ഉരുളിയും മോഷണം പോയിട്ടുണ്ട്. 1 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. മലയാള മാസം 1-ാം തീയതി മാത്രമാണ് ക്ഷേത്രത്തിൽ പൂജ നടക്കാറുള്ളത്. വെള്ളിയാഴ്ച രാത്രിയാണ് മോഷണം നടന്നത്. ക്ഷേത്രം ഭാരവാഹികൾ ചേർപ്പ് പോലീസിൽ പരാതി നൽകി. ലിംഗം കുളിപ്പിക്കാൻ ഇഞ്ചി ഉണ്ടോ നോക്കാൻ കയറിയതാണ്. അപ്പോ തുറക്കാൻ ചെന്നപ്പോ വാതില് പൂട്ട് തുറന്നു കിടക്കുന്നു. അപ്പൊ തുറന്നു നോക്കിയപ്പോ ഭണ്ണാരങ്ങള് 2 ചെമ്പിന്റെ ഭണ്ണാരം ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ ചെറിയ ഭണ്ണാരങ്ങൾ ഒരു 8 ഭണ്ണാരം ഉണ്ടായിരുന്നു. അതില് 5 എണ്ണം കൊണ്ടുപോയിട്ടുണ്ട്. 3 എണ്ണം അവിടെ വെച്ചിട്ടുണ്ട്. അതിലത്തേക്ക് പൈസയൊക്കെ തുറന്നെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. തിരുവില്ലാമല വില്ലേജ് ഓഫീസ് കെട്ടിടം ശോചനീയാവസ്ഥയിൽ. ഏത് നിമിഷവും തകർന്നു വീഴാറായ കെട്ടിടത്തിലേക്ക് വിവിധ സേവനങ്ങൾക്കായി ആളുകൾ എത്തുന്നത് ഭയത്തോടെ. കെട്ടിടവും പരിസരവും ശോച്യാവസ്ഥയിലായതാണ് കാരണം. കാലപ്പഴക്കം ചെന്ന തിരുവല്ലാമല വില്ലേജ് ഓഫീസ് കെട്ടിടം പുതുക്കി പണിയണമെന്ന ആവശ്യം ശക്തമാണ്. കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും അതീവ ശോചനീയാവസ്ഥയിലാണ്. കെട്ടിടത്തിന്റെ മേൽക്കൂരയിലെ പല ഭാഗങ്ങളിലും ചിതലരിച്ച നിലയിലാണ്. വിവിധ രേഖകളും ഫയലുകളും സൂക്ഷിക്കുന്ന റൂം സുരക്ഷിതമല്ലാത്ത അവസ്ഥയിലുമാണ്. തിരുവല്ലാമല വില്ലേജിൽ വരുന്ന ജനങ്ങൾക്ക് ഇവിടെ ഒന്ന് ഇരിക്കാനോ ബാത്റൂമിൽ പോകാനുള്ള അടിസ്ഥാന സൗകര്യമോ ഇല്ല. ജീവനക്കാർക്ക് വളരെയധികം പേടിച്ചിട്ടാണ് അവർ സത്യം പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നത്. വില്ലേജ് ഓഫീസിനകത്തെ സീലിംഗ് പല ഭാഗത്തും അടർന്നു പോയിട്ടുണ്ട്. വില്ലേജ് ഓഫീസിന്റെ പുറംഭാഗത്ത് ഉപയോഗശൂന്യമായ സാധന സാമഗ്രികൾ കൂട്ടിയിട്ടിരിക്കുന്നത് മൂലം ഇഴജന്തുക്കൾ വന്നുകൂടാനുള്ള സാധ്യതയും ഏറെയാണ്. മഴക്കാലമായാൽ കെട്ടിടത്തിന് ചുറ്റും വെള്ളക്കെട്ട് രൂപപ്പെടുന്നതും പതിവാണ്. വില്ലേജ് ഓഫീസിലെ സേവനങ്ങൾക്ക് മെല്ലെപ്പോക്ക് തുടരുന്നതിൽ നാട്ടുകാർക്ക് ആക്ഷേപമുണ്ട്. ബിൽഡിംഗാണ്. അവിടെയും ഇവിടെയും ചുമര് പൊളിഞ്ഞിട്ടും സീലിംഗ് അടർന്നു വീണിട്ടും വെള്ളം പുറത്താണെങ്കിൽ വെള്ളം കെട്ടി നിന്നിട്ടും മനുഷ്യന്മാർക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത്. മനുഷ്യന്മാർക്ക് സൗകര്യപ്രദമായിട്ടുള്ള സൗകര്യങ്ങൾ വേണം. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ തോന്നുന്നു. ഇത് അന്തരീക്ഷം ഇവിടെ 4 പുറം നോക്കുമ്പോൾ അത്രയ്ക്ക് മോശമായിട്ടാണ് കാണുന്നത്. ഒരു ഓഫീസിലാണ് വന്നതെന്ന് പോലും എനിക്ക് തോന്നിയില്ല. സമീപത്തെ കണിയാർക്കോട് പാമ്പാടി ഗ്രൂപ്പ് വില്ലേജ് ഓഫീസ് പുതുക്കി പണിത തരത്തിൽ തിരുവല്ലാമല വില്ലേജ് ഓഫീസും പുതുക്കി പണിയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ് ചേലക്കര.
അമല ആശുപത്രിക്ക് സമീപം മരം വീണ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. SBI ബാങ്കിന് മുൻവശത്തുണ്ടായിരുന്ന മരമാണ് റോഡിലേക്ക് കടപുഴകി വീണത്. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റിയ ശേഷം ഗതാഗതം പുനഃസ്ഥാപിച്ചു. കുന്നംകുളം നഗരസഭയിൽ കോൺഗ്രസ് കൌൺസിലർമാർ നടത്തിവന്ന രാപ്പകൽ സമരം അവസാനിച്ചു. നഗരസഭയിലെ ഏകാധിപത്യ നിലപാടിൽ പ്രതിഷേധിച്ചാണ് കൌൺസിൽ ഹാളിൽ വെള്ളിയാഴ്ച ഉച്ച മുതൽ കോൺഗ്രസ് കൌൺസിലർമാർ രാപ്പകൽ സമരം നടത്തിയത്. സമരത്തിന് ഐക്യദാർഢ്യവുമായി മുൻ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല സമരപ്പന്തലിൽ എത്തിയിരുന്നു. ജനങ്ങളുടെ ക്ഷേമ താൽപര്യങ്ങൾക്കുവേണ്ടി പ്രവർത്തിക്കേണ്ട നഗരസഭ അനാവശ്യമായ കാര്യങ്ങൾക്കുവേണ്ടി ഭൂമി പതിച്ചുകൊടുക്കുന്നത് എതിർക്കപ്പെടേണ്ടതാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കോൺഗ്രസ് കൌൺസിലർമാരുടെ സമരം കുന്നംകുളത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണെന്നും ജനക്ഷേമം സംരക്ഷിക്കാനുള്ള പോരാട്ടമാണെന്നും വിഷയം ഗൌരവത്തിലെടുത്തുകൊണ്ട് ധിക്കാരപരമായ നടപടി അവസാനിപ്പിക്കണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. സമരത്തിന് നേതൃത്വം നൽകിയ ബിജു സി ബേബി, ഷാജി ആലിക്കൽ, മിഷ സെബാസ്റ്റ്യൻ എന്നിവരെ ഷോൾ അണിയിച്ചു. KPCC ജനറൽ സെക്രട്ടറി അജയ് മോഹൻ, KPCC അംഗം ജോസഫ് ചാലിശ്ശേരി, K ജയശങ്കർ എന്നിവർ സംസാരിച്ചു. അരിമ്പൂർ കരുവാൻ വളവിൽ കിണറ്റിൽ ചാടിയ വയോധിക മരിച്ചു. കാട്ടൂർ വീട്ടിൽ 75 വയസ്സുള്ള സുലോചനയാണ് മരിച്ചത്. സുലോചന ആൾമറയില്ലാത്ത കിണറ്റിൽ ചാടുന്നത് സഹോദരൻ പുഷ്കരനാണ് കണ്ടത്. തടയാൻ ശ്രമിക്കുമ്പോഴേക്കും കിണറ്റിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. നാട്ടുകാർ ഓടിക്കൂടി കിണറ്റിലേക്ക് കയറിട്ടുകൊടുത്തെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മാന്നാമംഗലം മരോട്ടിച്ചാൽ പ്രദേശങ്ങളിൽ വനം വകുപ്പ് നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചു. ഒരാഴ്ച മുൻപ് പുലിയിറങ്ങി ആടിനെ പിടികൂടിയ മരോട്ടിച്ചാൽ ചുള്ളിക്കാവിലും കഴിഞ്ഞ ദിവസം പുലിയെ കണ്ടതായി അഭ്യൂഹം നിൽക്കുന്ന മുരുക്കുംപാറ വെള്ളച്ചാലിലുമാണ് മാന്നാമംഗലം ഫോറസ്റ്റിന്റെ നേതൃത്വത്തിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത്. വെള്ളച്ചാലിൽ റബ്ബർ തോട്ടത്തിലും ചുള്ളിക്കാവ് ആടിനെ പുലി കൊന്ന വീടിന്റെ പരിസരത്തുമാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ചുള്ളിക്കാവ് പുലിയിറങ്ങി ചാക്കപ്പൻ എന്നയാളുടെ വീട്ടിലെ ആടിനെ പിടികൂടിയത്. സംഭവം നടന്ന് 2 ദിവസത്തിന് ശേഷമാണ് ആടിനെ കൊന്നത് പുലിയാണെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചത്. ചുള്ളിക്കാവ് പുലിയിറങ്ങി ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് കഴിഞ്ഞ ദിവസം മാന്നാമംഗലം മുരുക്കുംപാറ വെള്ളച്ചാലിൽ പുലിയെ കണ്ടതായി അഭ്യൂഹം ഉയർന്നത്. അതിനിടെ ശനിയാഴ്ച രാത്രി 8:30യോടെ മുരുക്കുംപാറയിൽ പുലിയെ കണ്ടതായുള്ള അഭ്യൂഹത്തെ തുടർന്ന് നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് തിരച്ചിൽ നടത്തി. ബൈക്ക് യാത്രികനായ മേക്കാട്ടുകുളം ജോയിയുടെ മുന്നിൽ കൂടി പുലി ചാടിയതായാണ് പറയുന്നത്. തൊണ്ടി മുതലായി ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ച മദ്യം മോഷണം പോയ സംഭവത്തിൽ കേസന്വേഷണം ആരംഭിച്ചു. 46 കുപ്പി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കാണാതായ സംഭവത്തിൽ ASI ജേസനെ റൂറൽ SP സസ്പെൻഡ് ചെയ്തിരുന്നു. ചാലക്കുടി CI സജീവ്, റൈറ്റർ ജോഷി എന്നിവർക്ക് കാരണം കാണിക്കൽ നോട്ടീസും നൽകി. അനധികൃതമായി കടത്തിയ 150ഓളം കുപ്പി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്നത്. ഇതിൽ നിന്നാണ് 46 കുപ്പി നഷ്ടപ്പെട്ടത്. മോഷണക്കുറ്റത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ ASIയുടെ പേരിൽ ഇതുവരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. സംശയത്തിന്റെ പേരിലാണ് ഇപ്പോൾ ASIയെ സസ്പെൻഡ് ചെയ്തത്. കിഡ്നി സംബന്ധമായ അസുഖം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ഗൃഹനാഥൻ ഉദാരമതികളുടെ സഹായം തേടുന്നു. അടാട്ട് പഞ്ചായത്ത് 18-ാം വാർഡിൽ താമസിക്കുന്ന ഇട്ടിയപ്പുറത്ത് കറപ്പൻ മകൻ 60 വയസ്സുള്ള രവീന്ദ്രനാണ് ഭാരിച്ച ചികിത്സാ ചെലവ് മൂലം ക്ലേശിക്കുന്നത്. മേസൺ ജോലികൾ ചെയ്തിരുന്ന രവീന്ദ്രന് വൃക്ക സംബന്ധമായ അസുഖം ആരംഭിക്കുന്നത് 5 വർഷം മുൻപാണ്. വൃക്കരോഗം ബാധിച്ചതോടെ ജോലിക്ക് പോകാൻ സാധിക്കാതായി. ഒപ്പം കണ്ണിന്റെ കാഴ്ചയും തകരാറിലായിട്ടുണ്ട്. 2 മാസത്തോളമായി ദിവസവും 2 നേരം ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥയിലാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വീട്ടിൽ തന്നെ ചെയ്യാവുന്ന പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് രവീന്ദ്രന് ചെയ്യുന്നത്. ദിവസവും 2 തവണ ഡയാലിസിസ് ചെയ്യുന്നതിനും മറ്റു മരുന്നുകൾക്കുമായി ദിവസം 1000 രൂപയിലധികം ചെലവ് വരുന്നുണ്ടെന്ന് വീട്ടുകാർ പറഞ്ഞു. ജില്ലാ ആശുപത്രി വഴി സൗജന്യ മരുന്നുകൾ ലഭിക്കുന്നുണ്ടെങ്കിലും ഡയാലിസിസിന് ആവശ്യമായ സൊല്യൂഷനുകളും ബാഗുകളും പണം കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയാണ്. 23 വയസ്സുള്ള മകന്റെ ഹെൽപ്പർ ജോലിയിൽ നിന്നുള്ള ചെറിയ വരുമാനം മാത്രമാണ് കുടുംബത്തിന്റെ ആകെയുള്ള ആശ്രയം. 5 ലക്ഷം രൂപ ലോണെടുത്തതിന്റെ തിരിച്ചടവുകൾ ബാക്കിയുണ്ട്. ഈ കുടുംബത്തെ സഹായിക്കാൻ ഉദാര മനസ്സുള്ളവർ മുന്നോട്ട് വരണമെന്ന് വാർഡംഗം മിനി സൈമൺ അഭ്യർത്ഥിച്ചു. 5 വർഷമായിട്ട് കിഡ്നി പേഷ്യന്റ് ആണ്. എല്ലാ ദിവസവും ഡയാലിസിസ് ചെയ്തു വരികയാണ്. ആൾക്കൊരു ദിവസം 1000-ന് മുകളിൽ ചിലവ് വരുന്നുണ്ട്. ഒരു മകനാണ് ആകെ ഇവിടെ ജോലിക്ക് പോകുന്നത്. ആ വരുമാനം മാത്രമാണ് ഇവർക്കുള്ളൂ. ഇപ്പോൾ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ് ഇവര്. ഏവരും തങ്ങളാൽ കഴിയുന്ന വിധം ഇവരെ സഹായിക്കണമെന്നാണ് വാർഡ് മെമ്പർ എന്ന നിലയിൽ എനിക്ക് ഏവരോട് അഭ്യർത്ഥിക്കാനുള്ളത്. സുമനസുകൾക്ക് ഫെഡറൽ ബാങ്കിന്റെ ചിറ്റിലപ്പള്ളി ശാഖയിലെ 12400100135241 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV ന്യൂസ്, തൃശൂർ.
പുഴയ്ക്കൽ പാടത്തിന് സമീപം റോഡിൽ മുള്ളൻ പന്നിയെ വാഹനമിടിച്ച് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തി. അയ്യന്തോൾ റോഡിലാണ് മുള്ളൻ പന്നിയെ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയത്. പിൻകാലുകൾക്ക് ചലനമറ്റ നിലയിൽ കണ്ടെത്തിയ മുള്ളൻ പന്നിയെ പട്ടിക്കാട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പിടികൂടി പൊങ്ങണംകാട് റെസ്ക്യൂ സെന്ററിലേക്ക് മാറ്റി. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ജോമോൻ, റെസ്ക്യൂ വാച്ചർ TR അജീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് മുള്ളൻ പന്നിയെ രക്ഷപ്പെടുത്തിയത്. കുടുംബശ്രീ സംസ്ഥാന കലോത്സവത്തിൽ വിജയികളായവർക്ക് തൃശൂരിൽ ആദരം നൽകി. കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ ടൗൺ ഹാളിൽ നടന്ന ആദരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ A കവിത അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ നിർമ്മൽ, KK പ്രസാദ്, സിജുകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തെക്കുംകര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഞാറ്റുവേല ചന്തയുടെ ഭാഗമായി ആലോചനാ യോഗം ചേർന്നു. പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ അർച്ചന വിശ്വനാഥ് പദ്ധതി വിശദീകരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PR രാധാകൃഷ്ണൻ, VC സജീന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ PT മണികണ്ഠൻ, C സുരേഷ്, ഷൈനി ജേക്കബ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി MO ഡേവിസ്, കൃഷി അസിസ്റ്റന്റ് MS സജിത തുടങ്ങിയവർ സംസാരിച്ചു. ഈ മാസം 25, 26 തീയതികളിലാണ് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് ഞാറ്റുവേല ചന്ത നടക്കുക. എയർ ഹോസ്റ്റസ്, ഏവിയേഷൻ എഞ്ചിനീയറിംഗ്, അക്കൌണ്ടിംഗ്, SAP, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സുകളുടെ പഠനരംഗത്തെ തൃശൂരിലെ പ്രമുഖ സ്ഥാപനമായ എക്സലൻസ് ട്രെയിനിംഗ് സെന്ററിൽ 2023-24 അധ്യയന വർഷത്തെ വിദ്യാർത്ഥികൾക്കുള്ള ബിരുദദാന ചടങ്ങ് പ്രൗഢഗംഭീരമായി. തൃശൂർ സെന്റ് തോമസ് കോളേജിന് സമീപം ദേവമാത ടവറിൽ പ്രവർത്തിക്കുന്ന എക്സലൻസ് ട്രെയിനിംഗ് സെന്ററിൽ സംഘടിപ്പിച്ച ബിരുദദാന ചടങ്ങിന്റെ ഉദ്ഘാടനവും വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും സോഷ്യൽ ഇമ്പാക്ട് സ്റ്റഡി ചെയർമാനും വിമല കോളേജ് സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റ് ഹെഡുമായ ഡോക്ടർ K ബിനുവും മൈ റേഡിയോ 90 FM ക്രിയേറ്റീവ് ഹെഡ് RJ സുബുവും ചേർന്ന് നിർവഹിച്ചു. എക്സലൻസ് ട്രെയിനിംഗ് സെന്റർ CEO സന്ദീപ് വെണ്ണാരത്തിൽ, ഡയറക്ടർ VK ഇന്ദിര, ഫാക്കൽറ്റീസ്, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. 2015 മുതൽ പ്രവർത്തന രംഗത്തുള്ള എക്സലൻസ് ട്രെയിനിംഗ് സെന്റർ വിദ്യാർത്ഥികൾക്ക് മികവാർന്ന പരിശീലനം നൽകുന്നതിലൂടെ ഉയർന്ന നിലവാരത്തിലുള്ള ഉദ്യോഗാർത്ഥികളെ വാർത്തെടുക്കുന്നതിൽ മുൻപന്തിയിലാണ്. പൈത്തൺ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഏവിയേഷൻ ഹോസ്പിറ്റാലിറ്റി, ട്രാവൽ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ്, സർട്ടിഫൈഡ് പ്രോഗ്രാം ഇൻ അക്കൗണ്ട്സ് മാനേജ്മെന്റ്, പ്രൊഫഷണൽ ഡിപ്ലോമ എന്റർപ്രണർഷിപ്പ് മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾക്ക് വിദഗ്ധരായ ഫാക്കൽറ്റികളുടെ നേതൃത്വത്തിലുള്ള പരിശീലനമാണ് ഇവിടെ നൽകി വരുന്നത്. ജൂൺ 16 ഫാദേഴ്സ് ഡേയോടനുബന്ധിച്ച് 15, 16, 17 തീയതികളിൽ അച്ഛനുമായി കോഴ്സിന് ചേരാനെത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഫീസിൽ 50% സ്പോട്ട് ക്യാഷ് ബാക്ക് ഓഫർ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 7510722222. തേക്കിൻതടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പൂർണ്ണകായ പ്രതിമ തീർത്ത് രവീന്ദ്രൻ. BJP തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് കൊടുങ്ങല്ലൂർ സ്വദേശിയായ രവീന്ദ്രൻ 6.5 അടി ഉയരവും 6 ഇഞ്ച് കനവുമുള്ള ശില്പം ഒരുക്കിയിട്ടുള്ളത്. 50 ദിവസം നീണ്ട പരിശ്രമത്തിലൂടെയാണ് രവീന്ദ്രനും സഹായി സിയാദും ചേർന്ന ശില്പം നിർമ്മിച്ചത്. ശ്രീനാരായണപുരം ശംഖു ബസാറിലുള്ള രവീന്ദ്രന്റെ വീടിനോട് ചേർന്നുള്ള പണിശാലയിലാണ് ശില്പം പൂർത്തിയാക്കിയത്. 3 ലക്ഷത്തോളം രൂപ ശില്പത്തിന്റെ നിർമ്മാണത്തിന് ചിലവായതായി രവീന്ദ്രൻ പറഞ്ഞു. ഭാരതാംബ ഉൾപ്പെടെയുള്ള നിരവധി ശില്പങ്ങൾ നിർമ്മിച്ച ശ്രദ്ധേയനായ രവീന്ദ്രൻ പ്രശസ്ത ശില്പി ഡാവിഞ്ചി സുരേഷിന്റെ സഹോദരനാണ്. ഇത് ഫുള്ള് തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. 6.5 അടി ഹൈറ്റാണ് നമുക്ക് വന്നിട്ടുള്ളത്. 6 ഇഞ്ച് കനത്തിലാണ് നമ്മൾ ചെയ്തത്. ഇതിപ്പോൾ ഒരു മാസം 2 ആഴ്ച വന്നതിൻ്റെ പണി തീർക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ ജില്ലാ കാര്യാലയത്തിലേക്ക് വേണ്ടിയിട്ടാണ് ഈ മോദിജി ശില്പം നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. കളർ ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് കളറൊന്നും ചേർത്തിട്ടില്ല. ഈ ലൈനും ഷൂവിനൊക്കെ വേണ്ടി സ്റ്റൈനർ മാത്രം ഉപയോഗിച്ചിട്ടുണ്ട്. വേറെ കളറുകളൊന്നും ചേർത്തിട്ടില്ല. പോളിഷ്, മാറ്റ് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഇതിനു മുൻപ് ഭാരതാംബയുടെ ഒരു ശില്പം ചെയ്തിട്ടുണ്ട്. അധ്യയന വർഷം 6ാം പ്രവൃത്തി ദിനമായ 25 ശനിയാഴ്ചകൾ ഉൾപ്പെടെ പ്രവൃത്തി ദിനമാക്കിയ ഇടത് സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ അധ്യാപക സംഘടനയായ KPSTയും സംയുക്ത അധ്യാപക സമിതിയും സംസ്ഥാന വ്യാപകമായി കൂട്ട അവധിയെടുത്ത് പ്രതിഷേധിക്കുന്നതിന്റെ ഭാഗമായി ധർണ നടത്തി. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന്റെ മുന്നിൽ നടന്ന ധർണ സംഘടന മുൻ സംസ്ഥാന പ്രസിഡന്റ് MF ജോയ് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം TU ജെയ്സൺ അധ്യക്ഷത വഹിച്ചു. റൈജു പോൾ, CR ജിജോ, PN ഗോപാലകൃഷ്ണൻ, ലാൽബാബു ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു.
വിദ്യാഭ്യാസാവകാശ നിയമത്തിനെതിരായി തയ്യാറാക്കിയ അക്കാദമിക് കലണ്ടർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് KPSTA തൃശൂർ വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിനു മുൻപിൽ ധർണ നടത്തി. കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ലീല വർഗീസ് ധർണ ഉദ്ഘാടനം ചെയ്തു. KPSTA തൃശൂർ വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് AK ജിജേഷ് അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ PK ജയപ്രകാശ്, K സുനിത, AJ ജോഷി, ബെന്നി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ തീരുമാനം അംഗീകരിക്കാനാവില്ലെന്ന് KPSTA ജില്ലാ പ്രസിഡന്റ് ജയപ്രകാശ് പറഞ്ഞു. 20 അധിക പ്രവൃത്തി ദിവസങ്ങൾ, അതായത് 20ഓളം അധിക പ്രവൃത്തി ദിവസങ്ങൾ, പ്രത്യേകിച്ച് ആറാം പ്രവൃത്തി ദിനം വരുന്ന 6 ശനിയാഴ്ചകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ അക്കാഡമിക് കലണ്ടർ ഗവൺമെൻറ് ഇറക്കിയിരിക്കുകയാണ്. ഇതിനെതിരെ KPSTയുടെ നേതൃത്വത്തിൽ ക്യാഷ് ലീവ് എടുത്തുകൊണ്ട് എല്ലാവരും സമരത്തിൽ പങ്കുചേർന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് KPST ഇങ്ങനൊരു സമരത്തിൽ അണിചേർന്നതെന്ന് നിങ്ങൾ ചിന്തിക്കണം. വിദ്യാഭ്യാസ മനഃശാസ്ത്രം അറിയാത്ത, ടീച്ചിങ് മെത്തഡോളജി അറിയാത്ത കുറേ ഉദ്യോഗസ്ഥർ വെറുതെ അധിക ദിവസങ്ങൾ അടിച്ചേൽപ്പിക്കുക, കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് ഉപയോഗിക്കേണ്ട ദിനങ്ങൾ പോലും അധ്യയനം എന്ന പേരിൽ കവർന്നെടുത്ത് അവരുടെ മാനസികമായ വളർച്ചയ്ക്ക് തടസ്സമുണ്ടാക്കുന്ന രീതിയിലുള്ള അക്കാഡമിക് കലണ്ടർ പ്രാവർത്തികമാക്കുന്നതിന് എതിരെയാണ് KPST സമരത്തിലേക്ക് വന്നത്. വലിയ പെരുന്നാളിനെ വരവേൽക്കാൻ വിപണിയൊരുങ്ങി. കുന്നംകുളത്തിന്റെ സ്വന്തം കേരള വസ്ത്രാലയത്തിൽ പെരുന്നാളിനെ ആഘോഷമാക്കാൻ എത്തുന്നവരുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആഘോഷങ്ങൾ എന്തുതന്നെയായാലും എല്ലാ തലമുറയിലും പെട്ടവരുടെയും വസ്ത്രസങ്കല്പങ്ങളിൽ എക്കാലത്തും ഒന്നാമതായി തെളിയുന്ന പേര് കേരള വസ്ത്രാലയത്തിന്റേതു തന്നെയാണ്. വിവാഹ പട്ടുസാരികളും കുട്ടികൾക്കും മുതിർന്നവർക്കും ആവശ്യമായ എല്ലാത്തരം നിത്യോപയോഗ വസ്ത്രങ്ങളും കൂടാതെ വസ്ത്രലോകത്തിന്റെ മാറുന്ന സങ്കല്പങ്ങൾക്കനുസരിച്ചുള്ള എല്ലാത്തരം തുണിത്തരങ്ങളും കേരള വസ്ത്രാലയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ കുറഞ്ഞ ബഡ്ജറ്റിൽ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നു എന്നത് കേരള വസ്ത്രാലയത്തെ എന്നും ജനപ്രിയമാക്കി നിലനിർത്തുന്നു. കേരളീയ പാരമ്പര്യത്തിനും പെരുമയ്ക്കും ഒട്ടും കോട്ടം തട്ടാതെ തന്നെ പുതുതലമുറയുടെ താൽപര്യങ്ങൾ കൂടി കണ്ടറിഞ്ഞു പ്രവർത്തിക്കുന്നു എന്നത് കേരള വസ്ത്രാലയത്തിന്റെ വിജയത്തിന് മാറ്റുകൂട്ടുന്നതാണ്. ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ പരമാവധി കുറഞ്ഞ വിലകളിൽ ജനങ്ങളിലെത്തിക്കാൻ കേരള വസ്ത്രാലയം എന്നും ശ്രദ്ധിക്കുന്നു. മാറുന്ന കാലത്തിനൊപ്പം മാറിവരുന്ന വസ്ത്രസങ്കല്പങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തവും മനോഹരവുമായ വസ്ത്രങ്ങൾ ഒരുക്കി കേരള വസ്ത്രാലയം ജനങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മാള പള്ളിപ്പുറത്ത് നിന്ന് ബൈക്ക് മോഷ്ടിച്ച 2 യുവാക്കളെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. കുഴൂർ സ്വദേശി കൈതാരത്ത് ജിജോ, മേലഡൂർ തെക്കേക്കര റിജോ എന്നിവരെയാണ് മാള SHO സുനിൽ പുളിക്കൽ, SI CK സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ബൈക്ക് മോഷണം പോയത്. മോഷ്ടിച്ച ബൈക്കിൽ പോകുമ്പോഴാണ് പ്രതികൾ പോലീസ് പിടിയിലായത്. ക്യാൻസർ ബാധിച്ച് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്ന 14 വയസ്സുകാരന്റെ ചികിത്സാ ചിലവ് കണ്ടെത്തുന്നതിനായി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിക്കാനൊരുങ്ങി എരുമപ്പെട്ടിയിലെ ഒരു കൂട്ടം യുവാക്കൾ. കഴിയുന്ന എല്ലാവരും സഹായിക്കണം. വേലൂർ കിരാലൂർ സ്വദേശിയായ അനുദേവ് കൃഷ്ണയെ സഹായിക്കുന്നതിനായാണ് നാടിനും നാട്ടുകാർക്കും വേണ്ടി എന്ന പേരിലുള്ള വാട്സ്ആപ്പ് കൂട്ടായ്മ ബിരിയാണി ചലഞ്ച് നടത്തുന്നത്. വേലൂർ പഞ്ചായത്തിലെ കിരാലൂർ 8ാം വാർഡ് താമരത്തിരുത്തിയിൽ താമസിച്ചു വരുന്ന പുതിയ വളപ്പിൽ വിനീഷ് ജിഷ ദമ്പതികളുടെ മകനാണ് 14 വയസ്സുകാരനായ അനുദേവ് കൃഷ്ണ. ദീർഘകാലമായി അർബുദബാധിതനായി ചികിത്സയിൽ കഴിയുന്ന അനുദേവ് കൃഷ്ണയ്ക്ക് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അനിവാര്യമായി വന്നിരിക്കുകയാണ്. ഇതിന് 50 ലക്ഷത്തോളം രൂപ ചെലവ് വരും. നിർധനരായ ഈ കുടുംബത്തിന് ഇത്രയും വലിയ തുക താങ്ങാവുന്നതിലും അധികമാണ്. സർജറിക്ക് ആവശ്യമായ ഫണ്ട് കണ്ടെത്തുവാൻ ചികിത്സാ സഹായ സമിതിക്ക് കൈത്താങ്ങാകുന്നതിനായാണ് എരുമപ്പെട്ടിയിലെ നാടിനും നാട്ടുകാർക്കും വേണ്ടി എന്ന വാട്സ്ആപ്പ് കൂട്ടായ്മ രംഗത്തെത്തിയിരിക്കുന്നത്. ഞായറാഴ്ച രാവിലെ 11 മണി മുതൽ എരുമപ്പെട്ടി ഫൊറോന പള്ളിക്ക് മുൻപിൽ തയ്യാറാക്കിയ ഷെഡിൽ വെച്ചാണ് ബിരിയാണി വിതരണം ചെയ്യുന്നത്. വേലൂരിലുള്ള നമ്മുടെ കുട്ടിയുടെ വയ്യാത്ത കാര്യത്തിന്റെ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഈ ബിരിയാണി ചലഞ്ചിന്റെ കാര്യം എടുത്തതും അതിപ്പോ ദിവസം എടുത്ത് നമ്മളത് എരുമപ്പെട്ടി ക്രിസ്ത്യൻ പള്ളിയുടെ ഫ്രണ്ടിലാണ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും സഹകരിച്ച എല്ലാവർക്കും ഇതില് നമ്മൾ നന്ദി പറയണു. TCV എരുമപ്പെട്ടി. LICയെ പൂർണ്ണമായും പൊതുമേഖലയിൽ നിലനിർത്തണമെന്ന് LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു.
തൃശൂർ ജവഹർ ബാലഭവനിൽ സംഘടിപ്പിച്ച ജനറൽ കൌൺസിൽ CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് C ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് KN ഉണ്ണികൃഷ്ണൻ, ജനറൽ സെക്രട്ടറി MK മോഹനൻ, സോണൽ ട്രഷറർ K സദാനന്ദൻ, സംസ്ഥാന ട്രഷറർ PK ദിനേശൻ, ബീന S, P പത്മിനി, KV ടോമി തുടങ്ങിയവർ സംസാരിച്ചു. കേരള മഹിളാ സംഘം തൃശൂർ ജില്ലാ ക്യാമ്പിന് കുന്നംകുളത്ത് തുടക്കമായി. മഹിളാ സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് M സ്വർണലത പതാക ഉയർത്തി. മുൻ MLA ഡോക്ടർ R ലതാദേവി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ, സംസ്ഥാന കൌൺസിൽ അംഗം KP സന്ദീപ് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6650 രൂപ, പവന് 53,200 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3490 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. തൃശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടു. ഭൂചലനത്തിന്റെ തീവ്രത റിക്ടർ സ്കെയിലിൽ 3 രേഖപ്പെടുത്തി. പൂനമൂച്ചിയിൽ വീടിന്റെ തറയിലും ഭിത്തിയിലും വിള്ളൽ രൂപപ്പെട്ടു. എയ്യാലിൽ വീട്ടുകിണറ്റിൽ തിരയിളക്കം അനുഭവപ്പെട്ടു. തൃശൂർ ലൂർദ് കത്തീഡ്രലിലെ മാതാവിന് സ്വർണ്ണക്കൊന്ത സമർപ്പിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. K കരുണാകരൻ സ്മൃതി മണ്ഡപത്തിൽ സുരേഷ് ഗോപി പുഷ്പാർച്ചന നടത്തി. K മുരളീധരന്റെ പരിഹാസം തന്നെ വേദനിപ്പിച്ചുവെന്ന് സുരേഷ് ഗോപി. കലാഭവൻ മണിയുടെ സഹോദരനും നർത്തകനുമായ RLB രാമകൃഷ്ണനെ അപമാനിച്ച കേസിൽ കലാമണ്ഡലം സത്യഭാമയ്ക്ക് ജാമ്യം. കർശന ഉപാധികളോടെയാണ് നെടുമങ്ങാട് SC/ST കോടതി ജാമ്യം അനുവദിച്ചത്. പെരിഞ്ഞനത്ത് ടോറസ് ലോറി ബൈക്കിലിടിച്ച് 48-കാരന് ദാരുണാന്ത്യം. ഓണപ്പറമ്പ് സ്വദേശി പ്രിയനാണ് മരിച്ചത്. ഖത്തറിൽ വാഹനാപകടത്തിൽ 2 തൃശൂർ സ്വദേശികൾ മരിച്ചു. നാട്ടിക ഫർക്ക സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണം 5 വർഷമായിട്ടും തുടങ്ങാനായില്ല. പുതുക്കിയ നിരക്കിൽ തുക ലഭിക്കണമെന്നാവശ്യപ്പെട്ട് കരാറുകാരൻ കോടതിയെ സമീപിച്ചതാണ് പണികൾ തടസ്സപ്പെടാൻ കാരണം. പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികൾക്കൊപ്പം സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിക്കാൻ നീക്കം. ജൂലൈ 1 മുതൽ ടോൾ പിരിക്കുമെന്ന് കമ്പനി അധികൃതർ. പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി നാട്ടുകാർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.